ഇതുപോലെ ഇങ്ങനെ ഈ ഒരു തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടി കുഴച്ചുണ്ടാക്കുന്ന ഈ ഒരു മീൻ കറി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് ആ മീൻ ഫ്രൈ ആക്കാനുള്ളതുണ്ടല്ലോ, നന്നായിട്ട് മസാല തേച്ച് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ അതേ ചട്ടിയിലോട്ട് തന്നെ ഇതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചതും നല്ല പുളിവെള്ളവും നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇനി ഇതാ കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ തണ്ടോട് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു കറീനെ സ്പെഷ്യൽ ആക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐറ്റംസാണ്. ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെയാണല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ മീനൊന്ന് കായം തേച്ചെടുക്കും, അതിൽ തന്നെ കറി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു കറീൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി ആ മീനും കൂടി ഇട്ട് കൊടുക്കുക. പലവക മീനാണ് കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നേരെ അടുപ്പിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. അടുപ്പിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാട്ടോ. ഈ ഒരു പുളിവെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ കൂടുതൽ തിളപ്പിക്കേണ്ട, വെന്തോ. അപ്പോൾ അതിലോട്ട് തൂമിച്ച് വെച്ച് കൊടുക്കുക. ചെറിയ ഉള്ളിയിലാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.